ഹലോ, ഒരു 6 മണി കഴിയുമ്പോൾ വിളിക്കാം. അപ്പോൾ കോൾ കുറവ് പറഞ്ഞതല്ലേ? അതിപ്പുറം കുറവ് പറഞ്ഞതല്ലേ? കുറച്ച് ദിവസത്തെ അടിയില്ല. ഇതൊരു നികട്ടാണ് കേട്ടോ. ഊന്നി, അതായത് 2 കുറ്റികളെ ബന്ധിപ്പിച്ചിട്ട് ഒരു വലിയ നീളമുള്ള വല കെട്ടിയിട്ട് അതിൽ ചെമ്മീനെ പിടിക്കണം. ചെമ്മീനെയാണ് ഈ വല കൊണ്ട് ടാർഗറ്റ് ചെയ്യണം. നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പാലത്തിനടിയിലൊക്കെ ഇങ്ങനെ കുറേ കുറ്റികൾ നിറച്ചേക്കണേ ഓലമടലുണ്ടല്ലോ. അല്ല ഇത് ശരിക്കും ഇങ്ങനെ ഒരു പരിപാടിയാണ്. ഊന്നി കെട്ട് നമ്മളെ ഈ പാലത്തിൻ്റെ താഴത്താണ്, കോസ്റ്റ്ലി പാലത്തിൻ്റെ താഴത്ത് ഒരു 7 മണി എന്നൊന്നുമില്ല ഇതിന് സമയം. ശരിക്കും പറഞ്ഞാൽ തക്കം ആ വെള്ളത്തിൻ്റെ ഏറ്റവും കൂടുതൽ വലിവുള്ള സമയത്താണ് ഈ ചെമ്മീൻ ഇങ്ങനെ ഒഴുക്കിൽ ഈ വലയുടെ അകത്താകപ്പെടണേ. അതിന് വേണ്ടി കെട്ടണതാണ് കേട്ടോ. അപ്പോൾ ഇത് ഊന്നി വലകെട്ടിൻ്റെ വീഡിയോ ആണ് ഇത്. നിങ്ങളൊക്കെ പൊതുവേ ഒരു പരിധി വരെ കണ്ടിരിക്കാൻ സാധ്യതയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നേരം കറക്റ്റായിട്ടില്ല. അതിൻ്റെ പേര് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ നമ്മളുടെ മുമ്പിലേക്ക് എത്തില്ല. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ രാത്രിയായിരിക്കും, ചിലപ്പോൾ വെളുപ്പിനായിരിക്കും. ഇങ്ങനെയാണ്. ഇന്നിപ്പോൾ സന്ധ്യാസമയത്ത് വെള്ളം നിലവാവണേക്ക് മുമ്പ് ഈ വെള്ളം നിലക്കുക എന്ന് പറഞ്ഞാൽ കടലിലേക്ക് വെള്ളം ഒഴുക്ക് കുറയുന്ന സമയത്താണ് ഈ വല എടുക്കുന്നത്. ഒഴുക്ക് കൂടുന്ന സമയത്താണ് ഈ വല കെട്ടണത്. നിലവിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി. അവർ ആ വലയെടുക്കുന്ന വലയെടുക്കുന്നതാണ് ഈ കാണുന്നത്. ഒരുപാട് അഴുക്കും എല്ലാവരും ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. ശരിക്കും ചെമ്മീനാണ് ഉണ്ടാവണ്ടേ. ഇപ്പോൾ പാവലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നേക്കണം. പാവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പാവൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ വേരുകൾ ദ്രവിച്ചിട്ട് ഈ ഒഴുക്കിൽ ഈ വലയുടെ അകത്ത് കൊടുക്കും. അതാണ് ഈ തല്ലി കഴുകണം. കണ്ടോ, കാണിച്ചെടുക്കണ്ടോ. ഇതിൻ്റെ ഒപ്പം ചെമ്മീനാണ് ഉണ്ടാവണേ ശരിക്കും നിലവിൽ. നമ്മുടെ മൂത്രി പാലം കണ്ടോ, മൂത്രി പാലത്തിൻ്റെ താഴത്താണ് കാര്യം നടക്കണത്. അതുപോലെ വന്നു എൻ്റെ മൂട്ടില ഇതാണ് കാണുന്നത്. അതുപോലെ 6 വലകൾ ഞങ്ങൾ എടുത്തു. ഇപ്പോൾ ഈ കുറ്റികളിലാണ് നമ്മൾ കെട്ടിയിരുന്നത്. കണ്ടോ, ലീമറൈട്ടൈ ബാറ് കോസ്റ്റ്ലി ജംഗ്ഷനിലുള്ള ഈ അടുത്ത പാടിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു 6 വല കെട്ടി 6 വല വീഡിയോ ആണ് എടുത്തത്. കഴിഞ്ഞിപ്പോൾ അടുത്തൊരു 5 വലയും കൂടി കെട്ടിയേക്കുന്ന സ്ഥലത്തേക്കുള്ള യാത്രയുണ്ടാവും. ഞാൻ മാറണം അവിടെ നിന്ന്. വേണ്ട ഇരുണ്ട് കുത്തിയിരിക്കുകയാണ് ശരിക്കും. ഞാൻ ഈ മഴ വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യം ഇത് കണ്ട, ഇങ്ങനെ കുത്തിക്കണ കുറ്റികളുണ്ട. ഈ കുറ്റിമേലത്തെ വലകളാണ് ഞാനിപ്പോൾ എടുത്തത് മുഴുവനും. പാലത്തിൻ്റെ അടിയിൽ കൂടെ വീണ്ടും ഒരു യാത്ര. നമ്മളെ എറണാകുളത്ത് നിന്ന് വരുമ്പോൾ അവസാനത്തെ പാലം, 3 പാലങ്ങളാണ് നമ്മളെ പൈപ്പിംഗറിനെ എറണാകുളം തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള. അതിൽ ഏറ്റവും അവസാനത്തെ പൈപ്പിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം പാലത്തിൻ്റെ അടിയിൽ കൂടെ ഒരു യാത്രയും കൂടിയാണിത്. എങ്ങനെയുണ്ട്, എന്താ ഭംഗി നോക്കി.
ഏകദേശം 7 മണി അടുക്കെ ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ പിടിക്കുമ്പോൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ഇരുട്ട് നല്ലോണം വ്യാപിച്ചിട്ടുണ്ട്. വൈൽഡ് ലൈറ്റുകൾ വന്നു. ഇപ്പോഴാണ് 7 മണിയായപ്പോഴാണ് KCBക്ക് വൈൽഡ് ലൈറ്റ് ഇടാൻ തോന്നിയത് ശരിക്കും. നമ്മുടെ ഈ പറഞ്ഞ ഊന്നി കെട്ടി വന്നാക്കുന്ന ആൾക്കാരാണ് ഈ കാണുന്നത്. ഇവിടെ ഇട്ട് പിന്നെ അവരുടെ ചരക്കുകളൊക്കെ തിരിഞ്ഞ് അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളുണ്ട്. ഇതിൽ നിറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഇപ്പം നമ്മൾ വൈകുന്നേരം കുറച്ച് പേരെയൊക്കെ വീഡിയോയിൽ എടുത്തായിരുന്നു. അവരുടെയൊക്കെ വഞ്ചി ഇതേ കണ്ടോ അടുത്ത് കിടപ്പുണ്ട്. അവരൊക്കെ ഇങ്ങനെ ചരക്കിറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പലതരം ഫിഷിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് നിങ്ങൾക്ക് എന്തായാലും ഒരു പുതുമ തന്നെ ആയിരിക്കുള്ളൂ. കണ്ടോ, അതിൽ നിന്നിങ്ങനെ പകർത്തുന്ന കണ്ടോ. അതേക്കണ്ട കണ്ടോ ചെമ്മീൻ കണ്ടോ. കണ്ടിട്ടുണ്ടോ വലുത് ഒന്ന് ലൈറ്റ് കണ്ടോ സാധനം. ചെമ്മീനുണ്ട് എല്ലാം കൂടെ ഉണ്ടോ. പൊടി മാന്തൽ എല്ലാ സാധനവും ഉണ്ട്. ഇപ്പോൾ വന്ന ചരക്കുകളാണത്. ഇവിടെ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കാനുണ്ട്. കണ്ടോ, ഇതേ പറഞ്ഞോട്ട് ഊന്നി കെട്ടാൻ പോയവരുടെ തെള്ളിയാണ് ഈ കാണുന്നത്. കല്ലൻ തെള്ളിയാണല്ലേ. കണ്ടോ, ഇങ്ങനെ ഇതിലഴുക്കൊക്കെ കളഞ്ഞ് ഇതേപോലെ ആക്കും ഈ സാധനം. ഇറക്കണ്ടായിരുന്നോ? ഇന്നലത്തേലൊക്കെ വെച്ച് കുറവാണ്. ഇങ്ങനെ 3-4 രൂപ. ഇത് തെള്ളിച്ചെമ്മീൻ കണ്ടോ, ചൂടൻ, പിന്നെ അതെ ഇത് തിരിയാത്തത് എല്ലാവരും കൂടി ഉള്ളതാണ്. എല്ലാവരും കൂടി കിടക്കണം. ഇവരെന്താ ചെയ്യണേ നോക്കി. പേപ്പറിങ്ങോട്ട് 3-4 സെറ്റുണ്ടത്. കാര ഓരോരുത്തരിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഉള്ളതായിട്ട് ഇതൊക്കെ മള്ള എല്ലാ വിധപ്പെട്ട സാധനങ്ങൾ. തൊണ്ടിയുള്ള കൂടുതലല്ലേ. ഊരാങ്കുഞ്ഞാണോ അത്? അത് റെഡ് കളറ് തൊണ്ടി. അത് തന്നെയാണ് ഞാനും തൊണ്ടി എന്ന് പറഞ്ഞത്. തൊണ്ടി കണ്ട. ഇങ്ങനെയും കുറച്ച് മീൻപിടുത്തക്കാരുണ്ട് നമ്മളുടെ നാട്ടിൽ. ഇതൊന്നും ആരുടെ മുമ്പിലേക്ക് എത്താത്തൊരു കാര്യമാണ്. എന്തായാലും വ്യത്യസ്തമായ കാഴ്ചയെല്ലാം നോക്കി നിങ്ങൾ വള്ളക്കടവിലൊക്കെ കണ്ടിട്ടുണ്ട്. വെള്ളം എടുക്കണത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാ ഊന്നിക്കാരും കൂടി ഉന്നയിക്കുന്ന ഒരു കാഴ്ചയാണ്. ചരക്ക് തിരിയൽ ഇങ്ങനെ കൊണ്ടുവന്ന് എന്തൊരു ചെമ്മീനുണ്ട് നോക്കി കാണുന്നുണ്ടോ. ഓരോ ഭാഗത്ത് ഇങ്ങനെ ആൾക്കാർ ഇരുന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വാങ്ങലായിട്ട് എല്ലാവരും അവരുടെ പണിയിൽ നല്ല തിരക്കിലാണ്.